സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ആണ് കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 3 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ മുമ്പത്തെ 2 വീഡിയോസും കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ആ വീഡിയോസിൻ്റെ എല്ലാ ലിങ്കുകളും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. കൂടാതെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അവ ലഭിക്കുന്നതാണ്. അപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ റൂൾസ് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ബൈ നോൺ ഓണേഴ്സ്, പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ ബയർ ആൻഡ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി സെല്ലർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്താണെന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീച്ചറാണ് അതിൽ പ്രോപ്പർട്ടി, ഗുഡ്സിലുള്ള പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് ആ ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി സെല്ലറിൽ നിന്നും ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് തന്നെയാണ്. അതേസമയം പൊസഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുഡ്സിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ കസ്റ്റഡി മാത്രമാണ്. അവിടെ ഓണർഷിപ്പ് ഇല്ല എന്നുള്ളതാണ്. കയ്യിൽ നമ്മളൊരു താൽക്കാലിക ആവശ്യത്തിന് കൊടുക്കുന്നതും ഒക്കെ അത് പൊസഷൻ കൈമാറ്റമാണ്. പക്ഷെ അവിടെ നമ്മൾ ഓണർഷിപ്പ് കൂടെ കൈമാറുമ്പോൾ മാത്രമേ അത് സെയിലായി മാറുന്നുള്ളൂ എന്നുള്ളതാണ്. Thus, the transfer of possession is not the same thing as the transfer of ownership. ഓണർഷിപ്പിൻ്റെ ട്രാൻസ്ഫറും പൊസഷൻ്റെ ട്രാൻസ്ഫറും സെയിം അല്ല. The ownership of goods may pass with or without the transfer of possession. പൊസഷൻ കൈമാറിയിട്ടോ അല്ലാതെയും എന്ത് മാറാം? ഓണർഷിപ്പ് മാറാം. ഓണർഷിപ്പ് മറ്റൊരാളിലേക്ക് നമ്മളൊരു കാര്യം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓണർഷിപ്പ് മാറിക്കഴിഞ്ഞു. പക്ഷേ അവിടെ ഗുഡ്സിൻ്റെ പൊസഷൻ ചിലപ്പോൾ കൈമാറണമെന്നില്ല. അത് കൈമാറിയിട്ടോ കൈമാറാതെയോ ഒക്കെ നമുക്ക് ഓണർഷിപ്പ് പാസ് ചെയ്യാം എന്നുള്ളതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഓർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. നമ്മുടെ പാർട്ടീസിൻ്റെ റൈറ്റ്സ്, ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ബേസിലാണ്. ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് അല്ലെങ്കിൽ പാർട്ടീസിൻ്റെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിസ്ക് ഫോളോസ് ഓണർഷിപ്പ്. ഓണർഷിപ്പിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും, റിസ്ക്കും കൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. Unless otherwise agreed, risk follows ownership, whether delivery has been made or not, and whether price has been paid or not. ഡെലിവറി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ പ്രൈസ് പേ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ വിഷയമല്ല, ഓണർഷിപ്പിൻ്റെ കൂടെ ഇതും കൂടെ പോവും, റിസ്ക്കും കൂടെ കൈമാറ്റം ചെയ്യപ്പെടും. Therefore, if the property has passed to the buyer, പ്രോപ്പർട്ടി ബയറിലേക്ക് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ he becomes the owner of the goods. അയാളാണ് പിന്നീട് ഗുഡ്സിൻ്റെ ഓണർ. Then the risk of destruction, deterioration, damage or loss of goods is that of the buyer. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്ത് റിസ്ക്കും ആരുടെയാണ്? പിന്നെ ബയറിൻ്റെ തന്നെയാണ്. ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. If the parties decide to transfer the risk before or after the ownership has transferred. നമ്മുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ ഇതിൻ്റെ റിസ്ക് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ള രീതിയിൽ രണ്ട് പാർട്ടീസും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ഓണർഷിപ്പ് ഉള്ള ആളാരാണോ അയാൾ റിസ്ക് ഏറ്റെടുക്കേണ്ടി വരില്ല. ആരിലേക്ക് റിസ്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ അവരായിരിക്കും റിസ്ക് ഏറ്റെടുക്കേണ്ടി വരിക. അല്ലാത്ത പക്ഷമൊക്കെ ഓണർഷിപ്പിൻ്റെ കൂടെ തന്നെ ഓണർഷിപ്പ് ആർക്കാണുള്ളത് അവർക്ക് തന്നെ. വേർ the delivery of the goods has been delayed by the fault or negligence of either seller or buyer. ബയറിൻ്റെ അല്ലെങ്കിൽ സെല്ലറിൻ്റെ ആരുടെയെങ്കിലൊക്കെ നെഗ്ലിജൻസ്, ഫോൾട്ട് കൊണ്ട് ഗുഡ്സിൻ്റെ ട്രാൻസ്ഫർ ഡെലിവറി ഡിലേ ചെയ്യപ്പെട്ടേക്കാം. അപ്പം അങ്ങനെ ഡിലേ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആരുടെ മൂലമാണോ അങ്ങനെ ഡിലേ വന്നത് ആ വ്യക്തിക്കായിരിക്കും അതിൻ്റെ റിസ്ക് പിന്നീട് ഉണ്ടാവുക. ദ ഗുഡ്സ് ആർ അറ്റ് ദ റിസ്ക് ഓഫ് പാർട്ടി ഹു ഡിലേഡ് ദ പ്രോപ്പർട്ടി. അത് ബയർ ആവാം സെല്ലർ ആവാം. റിസ്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ആരാണോ ഡിലേ വരുത്തിയത് ആ വ്യക്തി അത് സഹിക്കേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. Then sometimes trade customs may put the ownership and risk separately in two parties. ചില സമയത്ത് ആ കച്ചവടത്തിൻ്റെ രീതി തരം അനുസരിച്ച് ഓണർഷിപ്പും റിസ്ക്കും രണ്ട് പാർട്ടീസിലായിട്ട് വെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഓണർഷിപ്പ് ഒരാൾക്കും റിസ്ക് മറ്റൊരാൾക്കും തന്നെ ആയിരിക്കും. Then action against third parties. There is a general rule of law that owner alone can exercise proprietary right. ഈ ഉടമസ്ഥാവകാശം കാണിക്കാൻ സാധിക്കുക, നടപ്പിലാക്കാൻ സാധിക്കുക ഓണർക്ക് മാത്രമാണെന്നുള്ളതാണ് ഒരു ജനറൽ റൂൾ.
അതനുസരിച്ച് when the goods are in any way damaged or destroyed by the action of third party, ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ, അതായത് ഔട്ട്സൈഡറുടെ ഒരു പ്രവൃത്തി മൂലം എന്തെങ്കിലും ഒരു ഡാമേജോ എന്തെങ്കിലും ഒരു പ്രശ്നമോ നമ്മുടെ പ്രോപ്പർട്ടിക്ക് വന്നു കഴിഞ്ഞാൽ it is only the owner of the goods who can take action against them. അതിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ ഓണറാണ്, അല്ലാതെ അത് പൊസഷനിൽ ഇരിക്കുന്ന ആളോ മറ്റോ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തേർഡ് പാർട്ടീസ് ഒരു ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ സാധിക്കുക ഓണർക്കാണെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. Suit for price. The seller become entitled to recover price of the goods from the buyer only when the property in the goods has passed to the buyer. ബയറിലേക്ക് ഗുഡ്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ പ്രോപ്പർട്ടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബയറിൽ നിന്നും ആ ഗുഡ്സിൻ്റെ പ്രൈസ് റിക്കവർ ചെയ്യാനുള്ള അവകാശം സെല്ലർക്ക് തന്നെയായിരിക്കും. Then insolvency of the buyer or seller. നമ്മൾ ബയ്യറോ അല്ലെങ്കിൽ സെല്ലറോ ആരെങ്കിലും ഒരാൾ ഇൻസോൾവൻ്റ് ആവാം. അന്നേരത്ത് എന്തായിരിക്കും അതിൻ്റെ ഓണർഷിപ്പും അതിൻ്റെ ട്രാൻസ്ഫറും ഡെലിവറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഇഫ് ദ ഓണർഷിപ്പ് ഹാസ് പാസ്ഡ് ടു ദ ബയ്യർ, ഓണർഷിപ്പ് ബയ്യറിലേക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ദ ബയ്യർ ഈസ് ഡിക്ലെയർഡ് ഇൻസോൾവെൻറ്റ്, അന്നേരത്ത് ബയ്യർ ആണെങ്കിൽ പിന്നീട് ഇൻസോൾവെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. ദെൻ ദ ബയ്യേഴ്സ് ഒഫീഷ്യൽ റിസീവർ എന്നുള്ള ഉദ്ദേശം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇൻസോൾവൻസി ഒക്കെ കോർട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് പിന്നെ ഇൻസോൾവൻറ്റിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നവരാണ് ഒഫീഷ്യൽ റിസീവർ. അപ്പോൾ അവിടെ ബയ്യർ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന അയാളുടെ ഒഫീഷ്യൽ റിസീവർ ആയിരിക്കും. അപ്പോൾ ഒഫീഷ്യൽ റിസീവർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും? ഷാൾ ഹാവ് എ റൈറ്റ് ടു ടേക്ക് പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ഈവൻ ദോ ദ ഗുഡ്സ് ആർ ലേയിങ് വിത്ത് ദ സെല്ലർ. കാരണം ഓണർഷിപ്പ് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ ഗുഡ്സിൻ്റെ പൊസഷൻ ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല, സെല്ലറുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് പിന്നെ അവിടെ നിന്നും അതിൻ്റെ പൊസഷൻ എടുക്കുന്നതിന് ആർക്ക് സാധിക്കും എന്ന് പറയുന്നത്? ബയ്യറുടെ ഒഫീഷ്യൽ റിസീവർക്ക് സാധിക്കും. അവർക്ക് അത് അവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് ദ ഗുഡ്സ് ആർ ഇൻ ദ പൊസഷൻ ഓഫ് ദി സെല്ലർ, ഗുഡ്സ് സെല്ലറുടെ അടുത്താണ് ഇരിക്കുന്നത്, എന്നാലോ സെല്ലറിനെ ഇൻസോൾവൻ്റ് ആയി ഡിക്ലെയർ ചെയ്തിട്ടുമുണ്ട്, അങ്ങനെയെങ്കിൽ ദ ബയ്യർ ഹാസ് എ റൈറ്റ് ടു ടേക്ക് പൊസഷൻ. ഇവിടെയും നമ്മൾ ഓണർഷിപ്പ് കൈമാറിയിട്ടുണ്ട്, അതിന് ശേഷമുള്ള കാര്യം പറയുന്നത്. ബയ്യറിലേക്ക് ഓണർഷിപ്പ് പോയിട്ടുണ്ട്, എന്നാൽ പൊസഷൻ കിട്ടിയിട്ടുമില്ല. അപ്പോൾ എന്ത് ചെയ്യാം? ബയ്യർ ഹാസ് എ റൈറ്റ് ടു ടേക്ക് പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ഫ്രം ദ സെല്ലേഴ്സ് ഒഫീഷ്യൽ റിസീവർ. ബയ്യർക്ക് അത് എവിടുന്ന് അതിൻ്റെ പൊസഷൻ ഏറ്റെടുക്കാൻ പറ്റും? സെല്ലറുടെ ഒഫീഷ്യൽ റിസീവറുടെ അടുത്ത് നിന്നും ആ ഗുഡ്സ് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൻ്റെ ഒരു ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിൻ്റെ ഓണർഷിപ്പ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഡ്യൂട്ടീസും റൈറ്റ്സും ലയബിലിറ്റീസും ഒക്കെ പറയാനുള്ളത്. ദെൻ റൂൾസ് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന റൂൾസ് 3 തരത്തിലാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ സ്പെസിഫിക് ഓർ അസർട്ടൈൻഡ് ഗുഡ്സ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ അൺഅസർട്ടൈൻഡ് ഓർ ഫ്യൂച്ചർ ഗുഡ്സ്, ദെൻ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ കേസ് ഓഫ് സെയിൽ ഓൺ അപ്രൂവൽ. ഈ 3 കേസിലും സെപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ദ സ്പെസിഫിക് ഓർ അസർട്ടൈൻഡ് ഗുഡ്സ്. സ്പെസിഫിക് ഗുഡ്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമ്മൾ സെയിൽസിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എഗ്രി ചെയ്ത് വെച്ചിട്ടുള്ള ഗുഡ്സിനെയാണ് നമ്മൾ സ്പെസിഫിക് ഓർ അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ സെക്ഷൻ 19 പറഞ്ഞിരിക്കുന്നത് വേർ ദർ ഈസ് എ കോൺട്രാക്ട് ഫോർ ദ സെയിൽ ഓഫ് സ്പെസിഫിക് ഓർ അസർട്ടൈൻഡ് ഗുഡ്സ്, ദ പ്രോപ്പർട്ടി ഇൻ ദം ഈസ് ട്രാൻസ്ഫേർഡ്. അതിൻ്റെ ഓണർഷിപ്പ് എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ടു ദ ബയർ അറ്റ് സച്ച് ടൈം ആസ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഇൻറ്റൻറ്റ് ഇറ്റ് ടു ബി ട്രാൻസ്ഫേർഡ്. കോൺട്രാക്റ്റിലെ പാർട്ടീസ് എപ്പോഴാണോ അത് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അന്നേരത്താണ് അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ പാർട്ടീസിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മൾ താഴെ പറയുന്ന റൂൾസാണ് നമുക്കവിടെ അപ്ലിക്കബിൾ ആവുക. വെൻ ഗുഡ്സ് ആർ ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ്, ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റിലാണെങ്കിൽ, വെൻ ദർ ഈസ് ആൻ അൺകണ്ടീഷണൽ കോൺട്രാക്ട് ഫോർ ദ സെയിൽ ഓഫ് സ്പെസിഫിക് ഗുഡ്സ് ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ്, the property in the goods passes to the buyer when the contract is made. കോൺട്രാക്ട് മെയ്ഡ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ട്രാൻസ്ഫർ ആവും? ഓണർഷിപ്പ് ബയറിലേക്ക് ട്രാൻസ്ഫർ ആവും എന്നാണ് പറയുന്നത്. ദ പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ഓർ ടൈം ഓഫ് ഡെലിവറി ഡസിൻ പ്രിവെൻറ്റ് ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് പാസിംഗ് അറ്റ് വൺസ്. നമ്മുടെ പ്രൈസിലുള്ള പേയ്മെൻറ്റോ അല്ലെങ്കിൽ എപ്പോൾ ഡെലിവറി ചെയ്യുന്നു എന്നുള്ള ഒന്നും നമ്മുടെ ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി ഓണർഷിപ്പിൻ്റെ ട്രാൻസ്ഫറിന് തടസ്സപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ 3 കാര്യങ്ങളാണ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. ഒന്ന് അൺകണ്ടീഷണൽ കോൺട്രാക്റ്റ് ആയിരിക്കണം, അതായത് പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും വെക്കാത്ത കോൺട്രാക്റ്റ് ആയിരിക്കണം. പിന്നെ ഡെലിവറബിൾ സ്റ്റേറ്റിലായിട്ടുണ്ടായിരിക്കണം, ആ ഗുഡ്സ് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ലെവലായിട്ടുണ്ടായിരിക്കണം. പിന്നെ ഗുഡ്സ് സ്പെസിഫിക് ഗുഡ്സും കൂടെ ആയിരിക്കണം. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ കോൺട്രാക്റ്റ് മെയ്ഡ് ചെയ്യുമ്പോൾ തന്നെ ഓണർഷിപ്പ് പാസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
റഗ് വേഴ്സ് മിനിറ്റ് എന്ന് പറയുന്ന ഒരു കേസിലുള്ള കാര്യമാണ്. അവിടെ ഒരു സെല്ലർ അയാൾ 24 ലോട്ട് ടർപ്പൻറ്റൈന് സെയിൽ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അതിൽ 22 അയാൾ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് ഡെലിവറബിൾ സ്റ്റേറ്റിലായിട്ടുണ്ട്. ബാക്കിയുള്ളത് ഫില്ല് ചെയ്ത് ഏകദേശം ആവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് മൊത്തത്തിൽ തീപിടുത്തം ഉണ്ടായി, മുഴുവൻ ഐറ്റംസും കത്തി നശിച്ചു. അപ്പോൾ അതിൻ്റെ കേസിൽ കോടതി ഉത്തരവ് ഇങ്ങനെയായിരുന്നു, അത് ഡെലിവറബിൾ സ്റ്റേറ്റിലായി കഴിഞ്ഞിട്ടുള്ള അത്രയും എണ്ണം അവയുടെ ഓണർഷിപ്പ് ബയറിലേക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ഫില്ല് ചെയ്ത് പൂർത്തിയാകാത്ത ഡെലിവറബിൾ സ്റ്റേറ്റിലാവാത്ത തരത്തിലുള്ള ബാക്കി ഉണ്ടായിരുന്ന ലോട്ടിൻ്റെ കേസിൽ അത് അതിൻ്റെ സെല്ലറിൽ തന്നെ അതിൻ്റെ ഓണർഷിപ്പ് റിമെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തീരുമാനത്തിലാണ് കോടതി എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡെലിവറബിൾ സ്റ്റേറ്റിലായി കഴിയുന്നതോടുകൂടി തന്നെ അത് ബയറിലേക്ക് പാസ് ചെയ്യുന്നു എന്നുള്ളതാണ്. Then when the goods are not in deliverable state, deliverable state അല്ല എങ്കിൽ, not in a deliverable state means that the seller has something yet to do the goods for the purpose of putting them into deliverable state. ഡെലിവറബിൾ സ്റ്റേറ്റിലല്ല എന്ന് പറയുമ്പോൾ അതിന് അർത്ഥമാക്കുന്നത് എന്താ, ഡെലിവറബിൾ സ്റ്റേറ്റിലേക്ക് ആകാൻ വേണ്ടിയിട്ട് ഇനിയും എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ആ ഗുഡ്സിന്മേൽ സെല്ലർ ചെയ്യാനുണ്ട്. അതായത് സജസ്റ്റ് പാക്കിംഗ് ഉണ്ടാവും, ഫില്ലിംഗ് ദ ഗുഡ്സ് ഇൻ കണ്ടെയ്നറിൽ നിറക്കാനോ, സെപ്പറേറ്റിംഗ് അത് വേർതിരിക്കാനോ, ലോഡിങ്ങോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഉള്ള ഒരവസ്ഥയിലാകുമ്പോഴാണ് നമ്മളത് നോട്ട് ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ് എന്ന് പറയും. അപ്പം അത്തരം സന്ദർഭത്തിൽ സെക്ഷൻ 21 പ്രകാരം പറയുന്നത്, ഇൻ സച്ച് എ കേസ് ദ പ്രോപ്പർട്ടി ഡസ് നോട്ട് പാസ് അണ്ടിൽ സച്ച് എ തിങ് ഈസ് ഡൺ. ആ കാര്യം ചെയ്ത് കഴിഞ്ഞ് അത് ഡെലിവറബിൾ സ്റ്റേറ്റ് ആകുന്ന വരേക്ക് ഓണർഷിപ്പ് പാസ് ആവില്ല. അതോടൊപ്പം തന്നെ ദ ബയർ ഹാസ് നോട്ടീസ് ദെയർ ഓഫ്, ബയർക്ക് അതിനെക്കുറിച്ച് അറിയിപ്പ് കൊടുത്തിട്ടും കൂടെ ഉണ്ടാവണം, ബയർ അത് അറിഞ്ഞിട്ടും കൂടെ ഉണ്ടാവണം. അതുവരേക്ക് അതിൻ്റെ ഓണർഷിപ്പ് പാസ്സായില്ല എന്നാണ് പറയുന്നത്. ദെൻ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എം ഒരു പെയിൻറ്റിങ് എന്നിന് സെല്ല് ചെയ്യാണ്. അപ്പോൾ എൻ അന്നേരത്ത് ആ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ മേഡ് ചെയ്യുന്ന സമയത്ത് എന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഡെലിവർ ചെയ്യുന്ന സമയത്ത് ആ ഒരു പെയിൻറ്റിങ് ലാമിനേറ്റ് ചെയ്തിട്ടും കൂടെ സെല്ല് ചെയ്യണം. അപ്പോൾ ആ ഒരു ഗുഡ്സ്, ആ ഒരു പെയിൻറ്റിങ് ലാമിനേറ്റ് ചെയ്യാത്തിടത്തോളം അത് ഡെലിവറബിൾ സ്റ്റേറ്റിലായിട്ടില്ല. പിന്നീട് എം അത് ലാമിനേറ്റ് ചെയ്തു, അന്നേരത്തെ ഡെലിവറബിൾ സ്റ്റേറ്റിലായി കഴിഞ്ഞു. ഡെലിവറബിൾ സ്റ്റേറ്റിലായി ഇതോടുകൂടി അതിൻ്റെ ഓണർഷിപ്പ് ബയറിലേക്ക് ട്രാൻസ്ഫർ ആവുന്നില്ല, മറിച്ച് അത് പ്രോപ്പറായിട്ട് എന്നിനെ ഇൻഫോം ചെയ്യും കൂടെ വേണം. ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്, ഇൻഫോം ചെയ്തിരിക്കണം. അത് എന്നിനെ അതിൻ്റെ നോട്ടീസ് റിസീവ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഓണർഷിപ്പ് പാസ്സാവുന്നത്. Then when the price of goods is to be ascertained by weighing or measurement, അതായത് വെയിങ് മെഷർമെൻറ്റിലൂടെയൊക്കെ തന്നെ ഗുഡ്സിൻ്റെ പ്രൈസ് അസർട്ടൈൻ ചെയ്തിട്ട് വേണം എങ്കിൽ, if the goods are in a deliverable state but there is yet to weigh, measure, test or do some other act or thing in connection with the goods for the purpose of ascertaining the price, the ownership does not pass to the buyer until such act or thing is done and the buyer has notice thereof. അപ്പം നമ്മൾ ഗുഡ്സ് ചിലപ്പോൾ ഡെലിവറബിൾ സ്റ്റേറ്റിലായിട്ടുണ്ടാവാം, പക്ഷെ അതിൻ്റെ ഒരു പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതൊന്ന് വെയ് ചെയ്യോ, മെഷർ ചെയ്യോ, ടെസ്റ്റ് ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ ആക്ടിവിറ്റി ഒക്കെ ഇനി ചെയ്യാനുണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓണർഷിപ്പ് എപ്പോഴാണ് പാസ്സാവുള്ളൂ, ഓണർഷിപ്പ് ഡസൻറ്റ് പാസ് ടു ദ ബയർ അണ്ടിൽ സച്ച് ആക്ട് ഓർ തിങ് ഈസ് ഡൺ. ആ ഒരു കാര്യം ചെയ്ത് കഴിയുന്നത് വരേക്ക് ഓണർഷിപ്പ് പാസ്സാവില്ല. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് കംപ്ലീറ്റ് ചെയ്യും വേണം, അതോടൊപ്പം ബയർ അത് അറിയിക്കും വേണം. അപ്പോഴേ അതും ഓണർഷിപ്പ് അവിടെ പാസ്സാവുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, എം എന്നിന് അയാളുടെ ഗോഡൗണിലുള്ള മുഴുവൻ റൈസും ഒരു സർട്ടൺ പ്രൈസിന് വിൽക്കാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ടി പിന്നീട് എമ്മിൽ നിന്നും എന്നിലേക്ക് പാസ് ചെയ്യപ്പോഴാണ് അത് പ്രോപ്പറായിട്ട് വെയ് ചെയ്ത് അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷം എന്നിന് അത് അറിയിച്ചതിന് ശേഷം മാത്രമേ അവിടെ ഓണർഷിപ്പ് പാസ്സാവുള്ളൂ. ദെൻ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. അൺഅസർട്ടൈൻഡ് ഗുഡ്സിൻ്റെ കേസിലുള്ള പ്രോപ്പർട്ടി ട്രാൻസ്ഫർ, ദ ഗുഡ്സ് വിച്ച് ആർ നോട്ട് ഐഡൻറ്റിഫൈഡ് ആൻഡ് അസർട്ടൈൻഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ആർ അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. സെയിൽസിൻ്റെ സമയത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, തീരുമാനിച്ച് വെച്ചിട്ടില്ല, അങ്ങനത്തെ ഗുഡ്സിനെയാണ് നമ്മൾ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയും. അത് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് മാത്രം ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗുഡ്സിൻ്റെ കേസിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റൂൾസ് നോക്കാം. ഗുഡ്സ് മസ്റ്റ് ബി അസർട്ടൈൻ. ഗുഡ്സ് പ്രോപ്പറായിട്ട് അസർട്ടൈൻ ചെയ്തതിന് ശേഷമേ നമ്മുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുള്ളൂ. നോക്കാം.
In the case of sale of unascertained goods, no property in the goods is transferred. Property transfer ആവുന്നില്ല to the buyer unless and until the goods are ascertained. Goods ascertain ചെയ്യുന്ന വരേക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നില്ല. A contract to sell on unascertained goods is not a complete sale. അൺഅസർട്ടൈൻഡ് ഗുഡ്സ് വിൽക്കുന്നതിൽ ഒരു കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അതൊരു കംപ്ലീറ്റ് സെയിലല്ല, മറിച്ച് അതൊരു പ്രോമിസ് ടു സെല്ലാണ്. ആൻഡ് ഇറ്റ് മേ ബിക്കം എ സെയിൽ വെൻ ദ ഗുഡ്സ് ആർ അസർട്ടൈൻഡ്. ഗുഡ്സ് അസർട്ടൈൻ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് അത് സെയിലായി മാറുന്നുള്ളൂ. എക്സാമ്പിൾ, എന്നിൻ്റെ ഷോപ്പിൽ നിന്നും ഒരു സ്കൂട്ടർ പർച്ചേസ് ചെയ്യാൻ ഒന്ന് തീരുമാനിച്ചു. പക്ഷേ അവിടെ ഓണർഷിപ്പ്, ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് എമ്മിൽ നിന്നും എന്നിലേക്ക് പാസ് ചെയ്യപ്പോൾ മാത്രമാണ് എമ്മിൻ്റെ ഷോപ്പിലുള്ള ഒരുപാട് സ്കൂട്ടറിൽ നിന്നും ഒരു പർട്ടിക്കുലർ സ്കൂട്ടർ ഐഡൻറ്റിഫൈ ചെയ്ത് എഗ്രി ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഓണർഷിപ്പ് അയാളിലേക്ക് പാസ് ചെയ്യുക. അല്ലാതെ ഒരുപാട് എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങാമെന്ന് പറയുമ്പം അത് അൺഅസർട്ടൈൻഡ് ആയിട്ടുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് അസർട്ടൈൻ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് അവിടെ പാസ്സാവുന്നത്. ദെൻ അൺകണ്ടീഷണൽ അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്. അൺഅസർട്ടൈൻഡ് ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് നമ്മൾ ട്രാൻസ്ഫർ ആവുന്നത് ആ അൺഅസർട്ടൈൻഡ് ഗുഡ്സിൻ്റെ അൺകണ്ടീഷണൽ ആയിട്ടൊരു അപ്രോപ്രിയേഷൻ നടക്കുമ്പോൾ മാത്രമാണ്. ആ കോൺട്രാക്റ്റിലെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അൺകണ്ടീഷണലി അപ്രോപ്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അൺഅസർട്ടൈൻഡ് ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ആവുകയുള്ളൂ. അപ്പം എന്താണ് അപ്രോപ്രിയേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ അൺഅസർട്ടൈൻഡ് ഗുഡ്സിൽ നിന്നും അസർട്ടൈൻഡ് ഗുഡ്സിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ശരിക്കും അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സെല്ലറുടെയും ബയ്യറുടെയും ഒക്കെ തന്നെ കോമൺ അല്ലെങ്കിൽ മ്യൂച്വൽ കൺസെൻറ്റ് പ്രകാരം നമ്മൾ ആ ഒരു അൺഅസർട്ടൈൻഡ് ഗുഡ്സിൽ നിന്നും ഏതാനും ഗുഡ്സ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് ഡെലിവർ ചെയ്യേണ്ടതായിട്ടുള്ള ആക്ച്വൽ ഗുഡ്സ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അപ്രോപ്രിയേഷൻ കഴിയുന്നതോടുകൂടി അൺഅസർട്ടൈൻഡ് ഗുഡ്സ് അസർട്ടൈൻഡ് ഗുഡ്സ് ആയിട്ട് മാറും. അൺഅസർട്ടൈൻഡ് ഗുഡ്സിൽ നമുക്ക് ആവശ്യമുള്ള ഗുഡ്സ് നമ്മൾ കണ്ടെത്തി കഴിയും. അപ്പം അങ്ങനെ ആയതിനു ശേഷം മാത്രമാണ് ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുള്ളൂ എന്നാണ് പറയുന്നത്. ദെൻ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ കേസ് ഓഫ് സെയിൽ ഓൺ അപ്രൂവൽ. അപ്രൂവൽ എന്ന് പറയുമ്പം സെല്ലറിൽ നിന്നും ഗുഡ്സ് ബയ്യറിലേക്ക് സെൻഡ് ചെയ്യും. ബയ്യർക്ക് അത് മേൽ തീരുമാനം എടുക്കുന്നതിന് കുറച്ച് സമയം അനുവദിക്കും. ആ ഒരു സമയത്തിനുള്ളിൽ അവർക്കത് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഗുഡ്സ് അംഗീകരിക്കാം, അല്ലെങ്കിൽ അത് തിരിച്ചയക്കാം എന്നുള്ളതാണ് സെയിൽ ഓൺ അപ്രൂവൽ ബേസിസിൽ ഗുഡ്സ് സെൻഡ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. When the goods are delivered to the buyer on approval or on sale or return or other similar terms, the property therein passes to the buyer. അന്നേരത്ത് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓണർഷിപ്പ് ബയറിലേക്ക് പാസ് ചെയ്യും. അത് ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. When the buyer signifies approval. When the buyer signifies his approval or acceptance to the seller, the property passes to the buyer that time. ബയ്യർ അയാളുടെ അപ്രൂവൽ, അയാളുടെ ആക്സെപ്റ്റൻസ് സെല്ലറെ അറിയിക്കുന്ന സമയത്ത്, സിഗ്നിഫൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോപ്പർട്ടി ഓണർഷിപ്പ് ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇറ്റ് മേ ബൈ വേ ഓഫ് സെൻഡിങ് എ മെസ്സേജ് ഓഫ് ആക്സെപ്റ്റൻസിൻ്റെ ഒരു മെസ്സേജ് അയക്കോ മറ്റോ ചെയ്തിട്ടാവാം അയാളുടെ താല്പര്യം അല്ലെങ്കിൽ അപ്രൂവൽ അറിയിക്കുന്നത്. Then when the buyer adopts the goods. When the buyer does any act which results in the adoption of the transaction, the property in goods passes to the buyer. Passes എന്നാണ് നമ്മുടെ എന്തെങ്കിലും ഒരു ആക്ട് അത് അംഗീകരിക്കുന്നതായിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആക്ട് ബയറുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാലും ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി ബയറിലേക്ക് പാസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ബയ്യർ അയാളിലേക്ക് അപ്രൂവൽ ബേസിസിൽ സെൻഡ് ചെയ്തൊരു പ്രോഡക്റ്റ്, ഒരു ഗുഡ്സ് ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലഡ്ജ് ചെയ്യുക, പണയം വെക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതവിടെ അംഗീകരിച്ച പോലെയാണല്ലോ, അയാളുടെ ഗുഡ്സായിട്ട് അയാൾ കരുതുന്നതുകൊണ്ടാണല്ലോ അയാളത് പ്ലഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിൽ അത് അയാൾ താല്പര്യപൂർവ്വം ഏറ്റെടുത്ത പോലെ കരുതും. അന്നേരത്തെ ഓണർഷിപ്പ് അയാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. When the buyer fails to return the goods. If a time is fixed for approval or return of goods. ഗുഡ്സ് അപ്രൂവലിന് അത് റിട്ടേൺ ചെയ്ത് താല്പര്യത്തിലേക്ക് തിരിച്ചയക്കുന്നതിൻ്റെ സമയം അനുവദിച്ചിട്ടുണ്ട്. ആൻഡ് ഇഫ് ദ ബയർ ഫെയിൽസ് ടു റിട്ടേൺ ദ ഗുഡ്സ് വിത്തിൻ ദാറ്റ് ടൈം. ആ സമയത്തുള്ള ബയർക്ക് തിരിച്ചയക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് പാസസ് ടു ദ ബയർ ഓൺ എക്സ്പിറേഷൻ ഓഫ് സച്ച് ടൈം. ആ ഒരു സമയം കഴിയുന്നതോടുകൂടി ബയറിലേക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യും. And if no time has been fixed, then it is on the expiration of a reasonable time. പ്രത്യേകിച്ച് സമയമൊന്നും ഫിക്സ് ചെയ്യാത്തതിൻ്റെ കേസിലാണെങ്കിൽ ഇതൊരു റീസണബിൾ ടൈമിനുള്ളിൽ അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് ട്രീറ്റ് ചെയ്യും.
റീസണബിൾ ടൈം ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് ആൻഡ് വിൽ ഡിപ്പെൻഡ് ഓൺ ദി സർക്കംസ്റ്റൻസസ്. ഇപ്പോൾ റീസണബിൾ ടൈം എപ്പോഴാണെന്നുള്ളത് ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ ചോദ്യം വരും അല്ലേ. അപ്പോൾ അത് ആ ഒരു സർക്കംസ്റ്റൻസ് അനുസരിച്ച് ആ ഒരു പിന്നെ കേസിൻ്റെ ഫാക്ട് അനുസരിച്ച് ഇരിക്കും. അത് ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരോ രീതിയിലായിരിക്കും എന്നുള്ളതാണ്. When the buyer makes the return of goods impossible, ബയറെ സംബന്ധിച്ചിടത്തോളം ഗുഡ്സിൻ്റെ റിട്ടേൺ സാധ്യമല്ലാത്ത ഒരവസ്ഥയിലെത്തുക. അത് ബയറുടെ എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടോ, ഡീഫോൾട്ട് വരുത്തിയത് കൊണ്ടോ അത് തിരിച്ചയക്കാൻ പറ്റാത്ത വരുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അത്തരം ഒരു കേസിൽ അയാൾ ഡീഫോൾട്ട് വരുത്തുന്ന ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതോടുകൂടി പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവും. When the buyer makes the return of goods impossible by his act or default, the property in the goods passes when he does the act or makes the default. ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതോടുകൂടി ആ ഒരു ഡീഫോൾട്ട് വരുത്തുന്നതോടുകൂടി ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പറയുന്നത്. ദെൻ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ബൈ നോൺ ഓണേഴ്സ്. ഓണേഴ്സ് അല്ലാത്തവരെ എങ്ങനെയാണ് ടൈറ്റിലിലെ ട്രാൻസ്ഫർ എന്നുള്ളതാണ്. A general rule relating to the transfer of title is that no one can give that which he has not got. A general rule relating to transfer of title is that no one can give that which he has not got. ഒരാൾക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കൈമാറാൻ പറ്റില്ല എന്നുള്ളൊരു ജനറൽ റൂളാണ് ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ബൈ നോൺ ഓണേഴ്സുമായിട്ട് നമുക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നോ വൺ ക്യാൻ ഗീവ് അനദർ പേഴ്സൺ എ ടൈറ്റിൽ ബെറ്റർ ദാൻ വാട്ട് ഹി ഹിംസെൽഫ് ഹാസ്. ഒരാൾക്കുള്ളതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ടൈറ്റിൽ, മെച്ചപ്പെട്ടൊരു കാര്യം മറ്റൊരാൾക്ക് കൈമാറാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം അതായത് നമുക്കില്ലാത്ത ഒരു ഓണർഷിപ്പ്, ഇല്ലാത്തൊരു റൈറ്റ് മറ്റൊരാളിലേക്ക് നമുക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല. ഇഫ് ദ സെല്ലർ ഈസ് എ തീഫ് then the buyer will also be treated as a thief in connection of the goods purchased. അപ്പോൾ സെല്ലർ തീഫാണെങ്കിൽ ആ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ബയ്യറും എന്തായിട്ടാണ് കൂട്ടുക, തീഫായിട്ടാണ് കൂട്ടുക. കാരണം അവിടെ സെല്ലർക്ക് അതിൻ്റെ യഥാർത്ഥ ഓണർഷിപ്പ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ദെൻ ഇങ്ങനെയാണെങ്കിൽ പോലും ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ഓണർഷിപ്പ് ഇല്ലെങ്കിൽ പോലും ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെടുകയും എന്നിട്ട് അത് വാങ്ങിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ഓണർഷിപ്പ് കിട്ടുക, അതായത് ഗുഡ് ടൈറ്റിൽ കിട്ടുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. സെയിൽ അണ്ടർ ദ ഇംപ്ലൈഡ് അതോറിറ്റി ഓഫ് ഓണർ ഓർ ടൈറ്റിൽ ബൈ എസ്റ്റോപ്പൽ. ഓണറുടെ ഒരു ഇംപ്ലൈഡ് അതോറിറ്റി, എക്സ്പ്രസ് അല്ല ഇംപ്ലൈഡ് ആയിട്ട് അയാളുടെ ആക്ഷൻ മൂലമോ കണ്ടക്റ്റ് മൂലമോ ഒക്കെ ഒരു അതോറിറ്റി മറ്റൊരാളിലേക്ക് പാസ് ചെയ്തൊരവസ്ഥ ഉണ്ടാവുക. അങ്ങനെ ആ അതോറിറ്റിയുടെ മുകളിൽ ഒരാൾ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുക അങ്ങനെ, അല്ലെങ്കിൽ എസ്റ്റോപ്പൽ വഴി. നമ്മൾ എസ്റ്റോപ്പൽ എന്താണെന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എസ്റ്റോപ്പൽ വഴിയൊക്കെ നമ്മൾ ഗുഡ്സിൻ്റെ ടൈറ്റിൽ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ when the owner by his conduct or by an act leads the buyer to believe that the seller has the authority to sell. ഗുഡ്സിൻ്റെ ഓണർ അയാളുടെ പെരുമാറ്റം, അയാളുടെ പ്രവൃത്തി മൂലം ബയ്യറെ വിശ്വസിപ്പിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ സെല്ല് ചെയ്യുന്ന മറ്റൊരാൾ, അയാൾക്ക് അത് സെല്ല് ചെയ്യാൻ അതോറിറ്റി ഉണ്ടെന്ന് ഓണർ വിശ്വസിപ്പിക്കുകയാണെങ്കിൽ then subsequently he may be stopped from denying the seller's authority to sell. പിന്നീട് ആ സെല്ലർക്ക് അതോറിറ്റി ഇല്ല എന്നുള്ള കാര്യം അയാൾക്ക് നിരസിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവിടെ ആരാണോ വാങ്ങിച്ചത് ആ വ്യക്തിക്ക് ഗുഡ് ടൈറ്റിൽ കിട്ടും, അതായത് ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ഗുഡ്സിൻ്റെ ഓണറാണ്, അവിടെ വൈ ഗുഡ്സ് വാങ്ങിക്കാൻ നിൽക്കുന്ന ബയ്യറാണ്. അപ്പോൾ എയുടെ ഒരു പെരുമാറ്റം മൂലം വൈ വിശ്വസിക്കേണ്ടി വരികയാണ്, അല്ലെങ്കിൽ വൈയെ വിശ്വസിപ്പിക്കുകയാണ് സെഡ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഓണർ എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി സെഡ് അതിൻ്റെ ഓണറല്ല. അപ്പോൾ അങ്ങനെ വൈ ഇത് വിശ്വസിക്കുകയും സെഡിൽ നിന്നും ഈ ഗുഡ്സ് വാങ്ങിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ വൈ അതിൻ്റെ യഥാർത്ഥ ഓണർ തന്നെ ആയിരിക്കും, അയാൾക്ക് അതിൻ്റെ ഗുഡ് ടൈറ്റിൽ കിട്ടുന്നതാണ്. കാരണം അത് ആ ഒരു രീതിയിൽ എയുടെ ഒരു ആക്ഷൻ അവിടെ വന്നു എന്നുള്ളത് കൊണ്ടാണ്. ദെൻ സെയിൽ ബൈ എ മർക്കൻറ്റൈൽ ഏജൻറ്റ് അല്ലേ, ഒരു ഏജൻറ്റ് പ്രിൻസിപ്പളിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. മർക്കൻറ്റൈൽ ഏജൻറ്റ് വഴി നടത്തുന്ന സെയിൽസ്, യഥാർത്ഥ ഓണർ അല്ലല്ലോ ഏജൻറ്റ്, എങ്കിൽ പോലും ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. സെയിൽ ഓഫ് ഗുഡ്സ് ബൈ എ മർക്കൻറ്റൈൽ ഏജൻറ്റ് ഗീവ്സ് എ ബെറ്റർ ടൈറ്റിൽ ടു ദ പർച്ചേസർ. പർച്ചേസർക്ക് ഒരു ഗുഡ് ടൈറ്റിൽ, ബെറ്റർ ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. അത് ഈവൺ ഇൻ കേസസ് where the agent acts beyond his authority provided the following conditions are fulfilled. അത് ഏജൻറ്റ് അയാളുടെ അതോറിറ്റിക്ക് അപ്പുറം നിന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ പോലും അത് പർച്ചേസർക്ക് നല്ലൊരു ഗുഡ് ടൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത് ഏതൊക്കെയാണ് കണ്ടീഷൻ നോക്കാം. ദ ഏജൻറ്റ് ഈസ് ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ് ഓർ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദി ഓണർ. ഓണറുടെ കൺസെൻറ്റോട് കൂടി ഗുഡ്സിൻ്റെ പൊസഷന്, അതുപോലെ തന്നെ ഗുഡ്സിൻ്റെ ടൈറ്റിലിൻ്റെ ഡോക്യുമെൻ്റൊക്കെ ഏജൻറ്റിനുണ്ട് എങ്കിൽ.
The agent sells the goods in the ordinary course of business of a mercantile agent. ഒരു mercantile agentന്റെ ഒരു ഓർഡിനറി കോഴ്സ് സാധാരണ ബിസിനസ്സിന്റെ ഭാഗമായിട്ട് ഏജന്റ് അത് സെല്ല് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഒരു പ്രവർത്തനം അതാണെന്നുള്ള നിലക്ക് ഏജന്റ് ഗുഡ്സ് സെല്ല് ചെയ്യുമ്പോൾ The purchaser acts in good faith and has no notice that the agent has no authority to sell. Purchaser വളരെ ഗുഡ് ഫെയ്ത്തോടു കൂടി തന്നെ ബിഹേവ് ചെയ്തു ആൻഡ് ഹാസ് നോ നോട്ടീസ് ഏജന്റിന് ഇത് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല എന്നുള്ളത് അയാൾ അറിഞ്ഞിട്ടുമില്ല ആൻഡ് ഹാസ് നോ നോട്ടീസ് ദാറ്റ് ദ ഏജന്റ് ഹാസ് നോ അതോറിറ്റി ടു സെൽ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പർച്ചേസർക്ക് ഗുഡ് ടൈറ്റിൽ കിട്ടും എന്നാണ് പറയുന്നത്. സെയിൽ ബൈ വൺ ഓഫ് ദി ജോയിന്റ് ഓണേഴ്സ്. കുറേ ഓണേഴ്സ് ഉണ്ട്. ഇഫ് വൺ ഓഫ് ദി സെവറൽ ജോയിന്റ് ഓണേഴ്സ് ഓഫ് ഗുഡ്സ് ഹാസ് ദി സോൾ പൊസിഷൻ ഓഫ് ദി ഗുഡ്സ് ബൈ പെർമിഷൻ ഓഫ് ദി ഓണേഴ്സ്. കുറേ ഓണേഴ്സ് ഉണ്ട്. അതിൽ മറ്റുള്ള ഓണേഴ്സിൻ്റെ പെർമിഷനോട് കൂടി ഗുഡ്സിൻ്റെ പൂർണ്ണമായ പൊസിഷൻ ഒരു ഓണർക്ക് ഉണ്ട് എങ്കിൽ the property in the goods is transferred to any person who buys them from such a joint owner. അത്തരം ഒരു ജോയിന്റ് ഓണറിൽ നിന്നും ഗുഡ്സ് വാങ്ങിക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയിലേക്ക് എന്ത് പോകും? ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അവിടെ ബയർ ആക്ട്സ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ബയർ ഗുഡ് ഫെയ്ത്തോടു കൂടി ബിഹേവ് ചെയ്യുക ആൻഡ് വിത്തൗട്ട് നോട്ടീസ് ദാറ്റ് സെല്ലർ ഹാഡ് നോ അതോറിറ്റി ടു സെൽ. ഇനി അയാൾക്ക് സെൽ ചെയ്യാനുള്ള അതോറിറ്റി ഇല്ലെങ്കിലും അത് ബയറെ അറിയിച്ചിട്ടില്ല, ബയർ അത് അറിഞ്ഞിട്ടും ഇല്ല എങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് പ്രോപ്പറായിട്ട് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, അയാൾക്ക് അതിൻ്റെ ടൈറ്റിൽ കിട്ടും എന്നുള്ളതാണ്. സെയിൽ ഓഫ് ഗുഡ്സ് ഒബ്റ്റെയിൻഡ് അണ്ടർ വോയിഡബിൾ എഗ്രിമെൻറ്റ്. വോയിഡബിൾ എഗ്രിമെൻറ്റ് പ്രകാരം ഗുഡ്സ് ഒബ്റ്റെയിൻ ചെയ്ത സിറ്റുവേഷൻ. When the buyer of goods has obtained possession thereof under a voidable agreement. Voidable agreement പ്രകാരം ഗുഡ്സിൻ്റെ പൊസഷൻ കിട്ടിയിട്ടുണ്ട് ബയർക്ക്. ബട്ട് ദ എഗ്രിമെൻറ്റ് ഹാസ് നോട്ട് ബീൻ റിസൈൻഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ. അതിൻ്റെ സെയിൽ നടക്കുന്നത് വരെയൊക്കെ ആ എഗ്രിമെൻ്റ് ആണെങ്കിൽ റിസൈൻ ചെയ്തിട്ടില്ല, ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുമില്ല. ദ ബയർ ഒബ്റ്റെയിൻസ് ഗുഡ് ടൈറ്റിൽ ടു ദ ഗുഡ്സ്. ആ ഗുഡ്സിൻ്റെ ഗുഡ് ടൈറ്റിൽ ആർക്ക് കിട്ടിയിരിക്കും? ബയർക്ക് കിട്ടിയിരിക്കും. പ്രൊവൈഡഡ് ഹീ ബൈസ് ദം ഇൻ ഗുഡ് ഫെയ്ത്ത്. കാരണം എന്ന് വെച്ചാൽ അയാളത് ഗുഡ് ഫെയ്ത്തിലാണ് വാങ്ങിച്ചിട്ടുള്ളത് ആൻഡ് വിത്തൗട്ട് നോട്ടീസ് ഓഫ് ദി സെല്ലേഴ്സ് ഡിഫക്റ്റ് ടൈറ്റിൽ. ആ സെല്ലറുടെ ഡിഫക്റ്റ് ടൈറ്റിലിനെ കുറിച്ച് അയാൾക്ക് അറിവും ഇല്ല എന്നുള്ളതുകൊണ്ട്. ദെൻ സെയിൽ ബൈ ദി സെല്ലർ ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ് ആഫ്റ്റർ സെയിൽ. ഇപ്പം നമ്മൾ ഗുഡ്സ് വിറ്റതിന് ശേഷവും നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂല്ലോ. പൊസഷൻ ചിലപ്പം കൈമാറണമെന്നില്ല, ഗുഡ്സ് ചിലപ്പം സെല്ലറുടെ കയ്യിൽ തന്നെ ഉണ്ടാവാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ സെല്ലർ ആ ഗുഡ്സ് എടുത്ത് വീണ്ടും വിൽക്കുകയാണെങ്കിൽ വേറെ സെല്ലർ ഹാവിങ് സോൾഡ് ഗുഡ്സ് കണ്ടിന്യൂസ് ടു ബി ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ പൊസഷൻ തുടരുന്നുണ്ട്. ഓർ ഓഫ് ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ദ ഗുഡ്സ്. ആ ഗുഡ്സിൻ്റെ ടൈറ്റിൽ ഡോക്യുമെൻറ്റും കൈവശമുണ്ട്. ആൻഡ് സെൽസ് ദം ഈദർ ഹിംസെൽഫ് ഓർ ത്രൂ എ മർക്കൻറ്റൈൽ ഏജൻറ്റ്. അതെന്ത് ചെയ്യുന്നു? അയാൾ സ്വയം അല്ലെങ്കിൽ മർക്കൻറ്റൈൽ ഏജൻറ്റ് വഴിയോ മറ്റൊരു വ്യക്തിക്ക് വിൽക്കുന്നു എങ്കിൽ ഹു പർച്ചേസസ് ദം ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നോട്ടീസ് ഓഫ് ദ പ്രീവിയസ് സെയിൽ. ആ വ്യക്തി അത് ഗുഡ് ഫെയ്ത്തിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രീവിയസ് സെയിലിനെ കുറിച്ച് അയാൾക്ക് അറിവില്ല എങ്കിൽ ദ ബയർ ഗെറ്റ്സ് എ ഗുഡ് ടൈറ്റിൽ. ബയർക്ക് ഗുഡ് ടൈറ്റിൽ കിട്ടുമെന്നാണ് പറയുന്നത്. Then sale by buyer in possession over which the seller has some right. When goods are subject to some lien or right of the seller, example unpaid price. അതായത് ഇപ്പോൾ നമ്മൾ സെയിൽസ് നടത്തി സെല്ലർക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ അതുവരെയൊക്കെ ആ ഗുഡ്സ് കൈമാറിയിട്ടില്ലെങ്കിൽ ആ ഗുഡ്സിൻ്റെ പൊസഷൻ അത് ഹെൽഡ് ചെയ്യാനുള്ള റൈറ്റൊക്കെ ഉണ്ട് അല്ലേ. അതിന് നമ്മളങ്ങനെ കിട്ടാനുള്ള പണം കിട്ടുന്നത് വരെയൊക്കെ പിടിച്ചു വെക്കുന്നതിൻ്റെ ലീൻ എന്നാണ് നമ്മൾ പറയുക. അപ്പം അത്തരം റൈറ്റിനൊക്കെ വിധേയമായ ഗുഡ്സ് അത് ദ ബയർ മേ സെൽ, പ്ലഡ്ജ് ഓർ അതർവൈസ് ഡിസ്പോസ് ഓഫ് ദ ഗുഡ്സ് ടു എ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിക്ക് സെല് ചെയ്യുകയോ മറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ബയർ ഗെറ്റ്സ് എ ഗുഡ് ടൈറ്റിൽ ടു ദ ഗുഡ്സ് ആസ് അഗെയിൻസ്റ്റ് ദ ഒറിജിനൽ ബയർ. ആ പുതിയ ബയർ ആരാണോ അയാൾക്ക് അതിൻ്റെ ഗുഡ് ടൈറ്റിൽ കിട്ടും. ആ നേരത്തെ വിറ്റ ബയർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അയാൾക്ക് പകരം ഈ പുതിയ ബയർക്ക് അതിൻ്റെ ടൈറ്റിൽ ലഭിക്കും, ഓണർഷിപ്പ് ലഭിക്കും എന്നാണ് പറയുന്നത്. ദെൻ സെയിൽ അണ്ടർ പ്രൊവിഷൻസ് ഓഫ് അതർ ആക്ട്. പിന്നെ ചില ആക്ടുകൾക്ക് വിധേയമായിക്കൊണ്ട് ഇതിലെ പ്രൊവിഷൻസ് അനുസരിച്ച് യഥാർത്ഥ ഓണർ അല്ലെങ്കിൽ കൂടിയും അവർ കൈമാറുന്ന ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് റിയൽ ആയിട്ട് ആരാണോ അത് പർച്ചേസ് ചെയ്യുന്നത് അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട്. രണ്ട് എക്സാമ്പിൾസ് പറയാം. സെയിൽ ബൈ എ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. ഗുഡ്സ് നഷ്ടപ്പെട്ട് അത് കിട്ടുന്ന ആളെയാണ് നമ്മൾ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറയാം. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെയിൽ ബൈ എ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് അണ്ടർ സർട്ടൺ സർക്കംസ്റ്റൻസസ്, സെയിൽ ബൈ പോണി ഓർ പ്ലഡ്ജി അണ്ടർ സർട്ടൺ സർക്കംസ്റ്റൻസസ്, സെയിൽ ബൈ ആൻ ഒഫീഷ്യൽ അസൈനി ഓർ ലിക്വിഡേറ്റർ ഓഫ് കമ്പനീസ്. ഇത്രയാണ് ആണെങ്കിൽ കൂടിയും യഥാർത്ഥ ഓണേഴ്സ് അല്ലെങ്കിൽ കൂടിയും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓണർഷിപ്പ് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷൻസ്. ദെൻ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്താണെന്ന് നോക്കാം.
Section 21 പ്രകാരം performance of contract of sale means as regards seller delivery of goods to the buyer. സെല്ലറെ സംബന്ധിച്ചിടത്തോളം ബയറിലേക്ക് ഗുഡ്സിന്റെ ഡെലിവറി നടത്തുക. ആൻഡ് ആസ് റിഗാർഡ്സ് ദ ബയർ ആക്സെപ്റ്റൻസ് ഓഫ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ്, അങ്ങനെ ഡെലിവറി ചെയ്ത ഗുഡ്സിന്റെ ആക്സെപ്റ്റൻസും ആൻഡ് പേയ്മെന്റ് ഫോർ ദം, അതിന് ഉള്ള പേയ്മെന്റ് നടത്തലുമാണ്. ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിലിലെ ടേംസ് അനുസരിച്ച് ഈ തരത്തിൽ ബയറും സെല്ലറും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൻ്റെ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുക. അതായത് കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ പെർഫോമൻസ് അപ്പോഴാണ് നടക്കുന്നത്. ദെൻ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഡെലിവറി മീൻസ് എ വളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഫ്രം വൺ പേഴ്സൺ ടു അതർ പേഴ്സൺ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കുള്ള ഗുഡ്സിൻ്റെ വളണ്ടറിലി ഉള്ള ട്രാൻസ്ഫറിനെയാണ് നമ്മൾ ഡെലിവറി എന്ന് പറയുക. ഇത് 3 വിധത്തിലുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആക്ച്വൽ ഡെലിവറി. When the goods are handed over by the seller to the buyer or his duly authorized agent, the delivery is said to be actual. സെല്ലറോ അല്ലെങ്കിൽ അയാളുടെ ഓതറൈസ്ഡ് ഏജന്റോ ബയറിലേക്ക് ഗുഡ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫിസിക്കലി ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആക്ച്വൽ ഡെലിവറി എന്ന് പറയാം. അപ്പോൾ എക്സ് അയാളുടെ കാറ് വൈക്ക് വെക്കുന്നു, ആ കാറ് വൈക്ക് കൈമാറുന്നു. അത് ഫിസിക്കൽ ഡെലിവറി നടത്തുമെങ്കിൽ അത് ആക്ച്വൽ ഡെലിവറിയാണ്. ദെൻ സിംബോളിക് ഡെലിവറി. ഗുഡ്സ് വളരെ ഹെവി ആവുക, ബൾക്കി ആവുക, അല്ലെങ്കിൽ സെല്ലറുടെ അടുത്ത് അതിൻ്റെ പേഴ്സണൽ കസ്റ്റഡി ഇല്ലാതിരിക്കുന്നതുകൊണ്ടൊക്കെ അതിൻ്റെ ആക്ച്വൽ ഡെലിവറി സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ അതിൻ്റെ കൺട്രോൾ, ആ ഗുഡ്സിൻ്റെ കൺട്രോൾ ഒരു താൽക്കാലികമായിട്ട് നമ്മൾ കൈമാറിയേക്കാം, സിംബോളിക്കലി കൈമാറിയേക്കാം. അതിനെയാണ് നമ്മൾ ഡെലിവറി ബൈ സിമ്പിൾ എന്ന് പറയുക, അല്ലെങ്കിൽ സിംബോളിക് ഡെലിവറി എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വെയർ ഹൗസിലുള്ള ഗുഡ്സ് ഒരാൾക്ക് വെക്കുന്ന സമയത്ത്, കൈമാറുന്ന സമയത്ത് അത് മുഴുവനായിട്ട് എടുത്ത് കൈമാറ്റം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അന്നേരത്ത് ഓണർ ആ വെയർ ഹൗസിൻ്റെ കീ കൈമാറുന്ന രീതി. ദെൻ കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഓർ ഡെലിവറി ബൈ അറ്റോൺമെൻറ്റ്. അപ്പോൾ when a person who is in possession of goods accepts or acknowledges to hold them on behalf of the buyer. ഗുഡ്സിൻ്റെ പൊസഷൻ ഉള്ള വ്യക്തി അത് സെയിൽസ് നടന്നതിന് ശേഷം ബയർക്ക് വേണ്ടിയിട്ട് ആ പൊസഷൻ കണ്ടിന്യൂ ചെയ്തോളാം, ആ പൊസഷൻ അത് ഹെൽഡ് ചെയ്തോളാം എന്ന് അംഗീകരിക്കുന്ന, അക്നോളജ് ചെയ്യുന്നതിനാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് ഒരു 200 ബാഗ് റൈസ് വൈക്ക് വിറ്റു. ഈ റൈസ് എല്ലാം ഇരിക്കുന്നത് സെഡിൻ്റെ ഗോഡൗണിലാണെന്ന് വെക്കുക. എന്നിട്ട് എക്സ് സെഡിൻ്റെ അടുത്ത് വിളിച്ച് പറയുകയാണ് 200 ബാഗ് റൈസ് വിറ്റിട്ടുണ്ട്, അത് വൈക്ക് കൈമാറണമെന്ന് പറയുന്നു. അങ്ങനെ വൈയുടെ സമ്മതപ്രകാരം അത് ജസ്റ്റ് സെഡ് അവരുടെ ബുക്കിൽ അത് മാറ്റി, വൈ എക്സിൽ നിന്ന് മാറ്റി വൈൻ്റെ പേരിലേക്ക് 200 ബാഗ് റൈസ് എഴുതി ചേർക്കുന്നു. അപ്പോൾ അത് വൈൻ്റെ ഓണർഷിപ്പിലായി കാണിക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ. പൊസഷൻ പഴയ ആളുടെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഓർ ഡെലിവറി ബൈ അറ്റോൺമെൻറ്റ് എന്ന് പറയാം. ദെൻ റൂൾസ് റിഗാർഡിംഗ് ഡെലിവറി ഓഫ് ഗുഡ്സ്. പൊസഷൻ ഓഫ് ഗുഡ്സ്. ഡെലിവറി ഷുഡ് ഹാവ് ദ ഇഫക്റ്റ് ഓഫ് പുട്ടിംഗ് ദ ബയർ ഇൻ പൊസഷൻ ഓഫ് ദ ഗുഡ്സ്. ഡെലിവറി നടക്കുമ്പോൾ തീർച്ചയായിട്ടും ബയർക്ക് ആ ഗുഡ്സിൻ്റെ പൊസഷനാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഡെലിവറി ടു എനി അതർ ദാൻ ദ ബയർ ഓർ ഇസ് ഏജൻറ്റ് ഇസ് ഇൻസഫിഷ്യൻറ്റ്. ഏജൻറ്റ് ബയർക്കോ അയാളുടെ ഏജൻറ്റിനോ അല്ലാതെ നമ്മൾ ഡെലിവറി നടത്തി കഴിഞ്ഞാൽ അത് ഇൻസഫിഷ്യൻ്റ് ആയിരിക്കും. ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് ആർ കൺകറൻറ്റ് കണ്ടീഷൻ. രണ്ടും കൺകറൻറ്റ് കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ സെല്ലർ ഷുഡ് ബി റെഡി ആൻഡ് വില്ലിംഗ് ടു ഗീവ് പൊസഷൻ ഓഫ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ പൊസഷൻ കൈമാറുന്നതിന് റെഡി ആണോ വില്ലിംഗ് ആണോ സെല്ലർ. അതോടൊപ്പം തന്നെ ബയർ ഷുഡ് ബി റെഡി ആൻഡ് വില്ലിംഗ് ടു പേ ദ പ്രൈസ്. പ്രൈസ് പേ ചെയ്യാൻ റെഡിയാവും വില്ലിംഗായും വേണം ബയറും. രണ്ടും ഒരുമിച്ച് നടക്കേണ്ടതാണ്. ബയർ ടു അപ്ലൈ ഫോർ ഡെലിവറി. ദ സെല്ലർ ഈസ് ടു ഡെലിവർ ദ ഗുഡ്സ് വെൻ ദ ബയർ അപ്ലൈസ് ഫോർ ഡെലിവറി. എപ്പോഴാണോ ബയർ ഡെലിവറി ആവശ്യപ്പെടുന്നത് അപ്പോൾ സെല്ലർ അത് ഡെലിവർ ചെയ്തിരിക്കണം. ടൈം ഓഫ് ഡെലിവറി. ഇൻ കോൺട്രാക്ട് ഓഫ് സെയിൽ ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ഷുഡ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം അൺലെസ് എ ടൈം ഈസ് ഫിക്സഡ് ഇൻ ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിനകത്തൊരു ടൈം ഫിക്സ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു ന്യായമായ സമയത്തിനുള്ളിൽ ഗുഡ്സിൻ്റെ ഡെലിവറി നടത്തിയിട്ടുണ്ടായിരിക്കണം. പ്ലേസ് ഓഫ് ഡെലിവറി. വേർ ദ പ്ലേസ് ഓഫ് ഡെലിവറി സ്റ്റേറ്റഡ് ഇൻ ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിനകത്ത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഗുഡ്സ് മസ്റ്റ് ബി ഡെലിവേർഡ് അറ്റ് ദ സ്പെസിഫൈഡ് പ്ലേസ് ഡ്യൂറിങ് ദ വർക്കിംഗ് ഹവേഴ്സ് ഓൺ എ വർക്കിംഗ് ഡേ. ആ വർക്കിംഗ് ഡേയിൽ വർക്കിംഗ് ഹവേഴ്സിൽ ആ പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തിച്ചിട്ടുണ്ടായിരിക്കണം കോൺട്രാക്റ്റിൽ പ്ലേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗുഡ്സ് ഇൻ പൊസഷൻ ഓഫ് തേർഡ് പേഴ്സൺ. വെൻ ദ ഗുഡ്സ് അറ്റ് ദ ടൈം ഓഫ് ദ സെയിൽ ആർ ഇൻ ദ പൊസഷൻ ഓഫ് എ തേർഡ് പേഴ്സൺ. നമ്മൾ ഈ ഗുഡ്സ് വെക്കുന്ന സമയത്ത് ആ ഗുഡ്സിൻ്റെ പൊസഷൻ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലാണ് എങ്കിൽ ദർ ഈസ് നോ ഡെലിവറി ബൈ ദ സെല്ലർ ടു ദ ബയർ. സെല്ലറിൽ നിന്ന് ബയറിലേക്ക് അവരുടെ ഡെലിവറി ഉണ്ടാവില്ല. unless and until such third person acknowledge to the buyer that he holds the goods on his behalf. ബയർക്ക് വേണ്ടിയിട്ട് ആ ഗുഡ്സ് അയാൾ തന്നെ ഹോൾഡ് ചെയ്തോളാം എന്ന് തേർഡ് പേഴ്സണിൽ നിന്നും ഒരു അക്നോളജ്മെൻറ്റ് ഉണ്ടാകുന്നത് വരേക്ക് സെല്ലറിൽ നിന്നും ബയറിലേക്ക് ഇതിൻ്റെ ഡെലിവറി നടക്കുന്നില്ല. എപ്പോൾ തേർഡ് പേഴ്സൻ്റെ അടുത്താണ്
ഈ ഗുഡ്സിൻ്റെ പൊസഷൻ ഇരിക്കുന്നത് എങ്കിൽ. Then expense of delivery. The seller should bear the expenses of putting the goods into a deliverable state and also the incidental expenses unless otherwise agreed. ഒരു ഡെലിവറബിൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട എല്ലാ ചിലവും വഹിക്കേണ്ടത് നമ്മുടെ സെല്ലറാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻസിഡൻ്റൽ ആയിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ സെല്ലറാണ് വഹിക്കേണ്ടത്. ദെൻ ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി. ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ടു ദ കോൺട്രറി, ഒരു എഗ്രിമെൻ്റ് ഒന്നും ഇല്ല എങ്കിൽ the buyer is not bound to accept delivery by installment. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡെലിവറി നടത്തുമ്പോൾ അത് ബയർ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡെലിവറിയുമായി ബന്ധപ്പെട്ട വല്ല എഗ്രിമെൻ്റ് ഉണ്ടെങ്കിലൊക്കെ, അല്ലാത്ത പക്ഷം അതങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഡെലിവറി ടു എ കാരിയർ ബൈ ദി വാർഫിംഗർ. വാർഫിംഗർ എന്ന് പറയുമ്പോൾ നമ്മൾ തുറമുഖ ചുങ്കക്കാരെന്നുള്ളതാണ്. തുറമുഖവുമായി ബന്ധപ്പെട്ട സാധനം ഇറക്കുമതി ചെയ്യുമ്പോഴോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഡെലിവറി ഓഫ് ഗുഡ്സ് ടു എ കാരിയർ ഫോർ ദി പർപ്പസ് ഓഫ് ട്രാൻസ്മിഷൻ ടു ദ ബയർ. ബയർക്ക് കൈമാറാന്നുള്ള പർപ്പസോട് കൂടി കാരിയർക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്യുക. ഓർ ദ ഡെലിവറി ഓഫ് ദ ഗുഡ്സ് ടു എ വാർഫിംഗർ, അല്ലെങ്കിൽ സേഫ് കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് വാർഫിംഗറിൻ്റെ അടുത്തേക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്യുക. ഇത് രണ്ടും ഡീംഡ് ടു ബി ഡെലിവറി ഓഫ് ദ ഗുഡ്സ് ഓഫ് ദി ബയർ. ബയർക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്യുന്ന പോലെയാണ് നമ്മൾ കരുതുക. ബയേഴ്സ് റൈറ്റ് ഓഫ് എക്സാമിനിങ് ദ ഗുഡ്സ്. ഗുഡ്സ് പരിശോധിക്കാനുള്ള ബയറുടെ റൈറ്റ്. വെർ ദ ഗുഡ്സ് ആർ ഡെലിവേർഡ് ടു ദ ബയർ വിച്ച് ഹി ഹാസ് നോട്ട് പ്രീവിയസ്ലി എക്സാമിൻ ഈസ് എൻറ്റൈറ്റിൽഡ് ടു എക്സാമിൻ ദം ഫോർ ഹിസ് സാറ്റിസ്ഫാക്ഷൻ. ബയർക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്യുന്ന സമയത്ത് ആ ഗുഡ്സ് നേരത്തെ അയാൾ എക്സാമിൻ ചെയ്യാത്ത ഒന്നാണ് എങ്കിൽ അയാളുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അയാൾക്ക് എക്സാമിൻ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും. ഹി ഈസ് നോട്ട് ഡീംഡ് ടു ഹാവ് ആക്സെപ്റ്റഡ് ദം അൺലെസ് ആൻഡ് അണ്ടിൽ he has had a reasonable opportunity for such examination. അത്തരം ഒരു എക്സാമിനേഷൻ ഒരു റീസണബിൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കിട്ടാത്തിടത്തോളം അയാളത് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ കരുതില്ല. ബയർ നോട്ട് ബൗണ്ട് ടു റിട്ടേൺ ദ റിജക്റ്റഡ് ഗുഡ്സ്. ഇൻ സർട്ടൺ കേസസ് ദ ബയർ ഹാസ് എ റൈറ്റ് ടു റിജക്ട് ദ ഗുഡ്സ് ആഫ്റ്റർ ഹാവിംഗ് റിസീവ്ഡ് ദം. റിസീവ് ചെയ്തതിനു ശേഷം ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനുള്ള ബയർക്ക് റൈറ്റുള്ള സാഹചര്യങ്ങളുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ഇൻ സച്ച് കേസ് ദ ബയർ ഈസ് നോട്ട് ബൗണ്ട് ടു റിട്ടേൺ ദ ഗുഡ്സ് ടു ദ സെല്ലർ. അപ്പം അന്നേരത്തെ ആ ഗുഡ്സ് തിരിച്ച് സെല്ലറിലേക്ക് അയക്കേണ്ട ഒരു ബാധ്യതയൊന്നും ബയർക്കില്ല. പക്ഷെ എന്ത് ചെയ്തിരിക്കണം? ഇറ്റ് ഷുഡ് ബി സഫീഷ്യൻറ്റ് ഇഫ് ഹി ഇൻറ്റിമേറ്റ് ഇറ്റ്സ് റിജക്ഷൻ. അയാളുടെ റിജക്ഷനെ കുറിച്ച് അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം സെല്ലർ അറിയിച്ചിരിക്കണം. അല്ലാതെ തിരിച്ചയക്കാൻ വേണ്ട നടപടിക്രമങ്ങളൊന്നും ബയർ അത് ചെയ്യണമെന്നില്ല. ലയബിലിറ്റി ഓഫ് ബയർ ഫോർ നെഗ്ലക്റ്റിംഗ് ഓർ റെഫ്യൂസിങ് ഡെലിവറി ഓഫ് ഗുഡ്സ്. അപ്പോൾ ചിലപ്പം സെല്ലർ വെൻ ദ സെല്ലർ ഈസ് റെഡി ആൻഡ് വില്ലിംഗ് ടു ഡെലിവർ ദ ഗുഡ്സ് ഡെലിവർ ചെയ്യാൻ റെഡിയാണ്, വില്ലിംഗ് ആണ് സെല്ലർ. അതോടൊപ്പം തന്നെ റിക്വസ്റ്റ് ദ ബയർ ടു ടേക്ക് ഡെലിവറി. അതിൻ്റെ ഡെലിവറി നടത്തുമ്പോൾ അത് എടുക്കാൻ, അത് സ്വീകരിക്കാൻ ബയറോട് ആവശ്യപ്പെടുകയും ചെയ്തു. ബട്ട് ദ ബയർ ഡസ് നോട്ട് ടേക്ക് ഡെലിവറി വിത്തിൻ എ റീസണബിൾ ടൈം ആഫ്റ്റർ സച്ച് റിക്വസ്റ്റ്. അത്തരം റിക്വസ്റ്റിന് ശേഷം ഒരു റീസണബിൾ ടൈമിനുള്ളിൽ ആ ഡെലിവറി ബയർ ടേക്ക് ചെയ്തില്ല എങ്കിൽ ബയർ ഈസ് ലയബിൾ ടു ദ സെല്ലർ ഫോർ എനി ലോസ് ഒക്കേർഡ് ബൈ ഹിസ് നെഗ്ലക്ട്. അയാളുടെ ഒരു അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന എന്തൊരു ലോസിനും, സെല്ലർക്ക് ഉണ്ടാകുന്ന ഏത് ലോസിനും ബയർ ലയബിൾ ആയിരിക്കും. കൂടാതെ എ റീസണബിൾ ചാർജ് ഫോർ ദ കെയർ ആൻഡ് കസ്റ്റഡി ഓഫ് ഗുഡ്സ്. ആ ഗുഡ്സ് കൈമാറ്റം ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടും അത് സെല്ലർ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന അഡീഷണൽ ചാർജ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതും, അതുപോലെ തന്നെ സെല്ലർക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങളും എല്ലാം ബയർ നികത്തി കൊടുക്കേണ്ടതായിട്ട് വരും ആണ് പറയുന്നത്. ഇത്രയാണ് നമ്മളുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. ഗുഡ്സിൻ്റെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട റൂൾസാണ് നമ്മളീ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആക്സെപ്റ്റൻസ് ഓഫ് ഗുഡ്സ് ബൈ ദി ബയർ എന്താ നോക്കാം. നമ്മൾ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത് ഗുഡ്സിൻ്റെ ഡെലിവറിയും അതിൻ്റെ ആക്സെപ്റ്റൻസും ആണ് അടങ്ങുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡെലിവറി എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ റൂൾസ് പറഞ്ഞു. ഇനി എന്താണ് ആക്സെപ്റ്റൻസ് ഓഫ് ദ ഗുഡ്സ് ബൈ ദി ബയർ എന്നുള്ളത് നോക്കാം. Acceptance എന്ന് പറയുമ്പോൾ ബയർ ഈസ് ഡീംഡ് ടു ഹാവ് ആക്സെപ്റ്റഡ് ദ ഗുഡ്സ് വെൻ ഹി ഇൻറ്റിമേറ്റ്സ് ടു ദ സെല്ലർ ദാറ്റ് ഹി വാസ് ആക്സെപ്റ്റഡ് ദ ഗുഡ്സ്. ആ ഗുഡ്സ് അയാൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് സെല്ലറെ അറിയിക്കുമ്പോൾ അയാളത് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് കരുതും. വെൻ ഹി ഡസ് ആൻ ആക്ട് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഓണർഷിപ്പ് ഓഫ് ദ സെല്ലർ. ആ അതിൻ്റെ ഒരു ഓണർഷിപ്പ് ഉള്ള തരത്തിലുള്ള ആക്റ്റുകൾ അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ദാറ്റ് ഈസ് റീസെൽ ദ ഗുഡ്സ്. ആ ഗുഡ്സ് ബയർ എന്ത് ചെയ്യുന്നു? റീസെൽ ചെയ്യുന്നു. യൂസസ് ദ ഗുഡ്സ് ഇൻ എ മാനർ ഫോർ ദ ഓണർ
ഓണർ കൈകാര്യം ചെയ്യുന്ന അതേ രീതിയിൽ ആ ഗുഡ്സ് കൈകാര്യം ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. മേക്ക് സം ആൾട്രേഷൻ ഇൻ ദ ഗുഡ്സ്, ആ ഗുഡ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ബയർ വരുത്തുമ്പോൾ, ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ ബയർ അതിൻ്റെ ഓണർഷിപ്പ്, അതിൻ്റെ ആക്സെപ്റ്റൻസ് നടത്തിയതായിട്ടാണ് നമ്മൾ കൂട്ടുക. When he retains goods after the lapse of reasonable time without intimating the seller that he has rejected them. റിജക്റ്റ് ചെയ്ത ഗുഡ്സ് റിജക്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞു. പക്ഷേ റിജക്റ്റ് ചെയ്തിട്ടും സെല്ലറെ അതൊരു ന്യായമായ സമയത്തിനുള്ളിൽ അത് അറിയിച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അയാൾ നിലനിർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ആ ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്തതായിട്ടാണ് നമ്മൾ കരുതുന്നത്. ദെൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ ബയർ. എന്തൊക്കെയാണ് ബയറുടെയും റൈറ്റ്സും ഡ്യൂട്ടീസും നോക്കാം. ആദ്യം നമുക്ക് ബയറുടെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് റൈറ്റ് ഓഫ് ദ ബയർ ഈസ് ടു ഹാവ് ഡെലിവറി ഓഫ് ദ ഗുഡ്സ് ആസ് പെർ ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഗുഡ്സിൻ്റെ ഡെലിവറി കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബയർക്കുണ്ട്. ഹി ഈസ് നോട്ട് ബൗണ്ട് ടു ടേക്ക് ഡെലിവറി ഓഫ് ദ ഗുഡ്സ് വെയർ ദ ഗുഡ്സ് ആർ നോട്ട് ഇൻ അക്കൗണ്ട്സ് വിത്ത് ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ പറഞ്ഞ പ്രകാരമല്ല ഗുഡ്സ് ഡെലിവർ ചെയ്തിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് ഗുഡ്സ് ഏറ്റെടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. The buyer has a right to examine the goods which he has not previously examined before he accepts them. അയാൾ നേരത്തെ ആ ഗുഡ്സ് എക്സാമിൻ ചെയ്യാത്ത ഒന്നാണെങ്കിൽ അത് എക്സാമിൻ ചെയ്യാനുള്ള റൈറ്റ് ബയർക്ക് ഉണ്ടായിരിക്കും. Unless otherwise agreed, the buyer of goods has a right not to accept delivery thereof by installment. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡെലിവറി നടത്തുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാം, നേരത്തെ അതുമായി ബന്ധപ്പെട്ടൊരു എഗ്രിമെൻ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ. If the goods delivered are defective either in quantity or in quality, the buyer has a right to reject the goods. ക്വാളിറ്റി ഓ ക്വാണ്ടിറ്റി എന്തെങ്കിലും ഡിഫക്റ്റീവ് ആയിട്ടാണ് ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നതെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് ദ സെല്ലർ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നടക്കുന്ന സമയത്ത് സെല്ലർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ബയർക്കുള്ള റൈറ്റ് എന്ന് പറയുന്നത് സ്യൂട്ട് ദ സെല്ലർ ഫോർ നോൺ ഡെലിവറി. ഡെലിവറി സെല്ലർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാം. സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. സ്പെസിഫിക് പെർഫോമൻസ്, നമ്മൾ സ്പെസിഫിക് പെർഫോമൻസ് എന്താ നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞാണ്, അതിന് വേണ്ടിയിട്ട് സ്യൂട്ട് ചെയ്യാം. സ്യൂട്ട് ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടി. വാറണ്ടി ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഡാമേജ് ക്ലെയിം ചെയ്യാമെന്നൊക്കെ അറിയാം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്യൂട്ട് ചെയ്യാം. റീപുഡിയേഷൻ ഓഫ് ദി കോൺട്രാക്ട് ബിഫോർ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് അത് റീപുഡിയേറ്റ് ചെയ്യാം. ദെൻ ഡ്യൂട്ടീസ് ഓഫ് ദ ബയർ. ബയറുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The first important duty of the buyer. The first important duty of the buyer is to accept the goods and pay for them in exchange of possession. ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതും അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുക എന്നുള്ളതുമാണ് ബയറുടെ ഫസ്റ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. The seller is not bound to deliver the goods to the buyer until the buyer applies for delivery. ബയർ ഡെലിവറിക്ക് അപ്ലൈ ചെയ്യാത്തിടത്തോളം, ചെയ്യുന്നത് വരേക്ക് ഗുഡ്സിൻ്റെ ഡെലിവറി നടത്താനുള്ള യാതൊരു ബാധ്യതയും സെല്ലർക്കില്ല. അപ്പോൾ അത് അപ്ലൈ ചെയ്യേണ്ടത് ബയറാണെന്നർത്ഥം. വിരുദ്ധമായിട്ടുള്ള കോൺട്രാക്റ്റ് അവിടെ ഇല്ല എങ്കിൽ. ഇഫ് ദ ബയർ റോങ്ഫുള്ളി റെഫ്യൂസസ് ടു ആക്സെപ്റ്റ് ദ ഡെലിവറി ഹി മസ്റ്റ് പേ കോമ്പൻസേഷൻ ടു ദി സെല്ലർ. ഡെലിവറി ആൻഡ് ആക്സെപ്റ്റൻസ് തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ നമ്മുടെ ബയർ എങ്ങാനും റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ, നിരസിക്കുകയാണെങ്കിൽ, ഗുഡ്സിൻ്റെ ഡെലിവറി ആക്സെപ്റ്റ് ചെയ്യാതെ തെറ്റായിട്ട് നിരസിക്കുകയാണെങ്കിൽ ഹി മസ്റ്റ് പേ കോമ്പൻസേഷൻ ടു ദ സെല്ലർ. സെല്ലർക്ക് അയാൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അൺലെസ് അതർവൈസ് അഗ്രീഡ്, ദ ബയർ ഹാസ് ടു ടേക്ക് ദ റിസ്ക് ഓഫ് ഡിറ്റീറിയറേഷൻ ഓഫ് ദ ഗുഡ്സ് ഇൻസിഡൻ്റൽ ടു ദ കോഴ്സ് ഓഫ് ട്രാൻസിറ്റ്. ആ ഗുഡ്സ് ട്രാൻസിറ്റിൻ്റെ സമയത്ത്, ഗുഡ്സ് ഇങ്ങോട്ട് സെൻഡ് ചെയ്ത് എത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഡിറ്റീറിയറേഷൻ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ, ഗുഡ്സിൽ വല്ല ലീക്കേജ് മറ്റൊക്കെ ആയിട്ട് അതിന് അളവ് ക്വാണ്ടിറ്റി കുറയുക അങ്ങനെയുള്ള എന്തെങ്കിലും റിസ്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ റിസ്ക് ബയറാണ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ബയർ ടു ഡിമാൻഡ് ഡെലിവറി അറ്റ് എ റീസണബിൾ ഹവർ. നമ്മൾ ഡെലിവറി ഡിമാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് റീസണബിൾ ഹവറിനുള്ളിൽ ഡിമാൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ടു ഇൻറ്റിമേറ്റ് ദ സെല്ലർ ഇൻ കേസ് ഹി റെഫ്യൂസസ് ടു ആക്സെപ്റ്റ് ദ ഗുഡ്സ്. ഗുഡ്സിൻ്റെ ആക്സെപ്റ്റൻസ് എങ്ങാനും റെഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിരസിക്കുന്നുണ്ട് എങ്കിൽ അത് സമയത്തിന് സെല്ലറെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ബയറുടെ ഡ്യൂട്ടീസായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് സെല്ലറുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസാണ് പറയാനുള്ളത്. അതിൽ സെല്ലറുടെ റൈറ്റ്സ് എന്താണെന്ന് നോക്കാം. The seller has a right to claim compensation for the loss caused due to buyer's neglect or refusal to take delivery of the goods.
ഗുഡ്സ് ഡെലിവർ ചെയ്തിട്ട് അത് ഏറ്റെടുക്കുന്നതിനോ മറ്റൊക്കെ ബയറുടെ ബയറുടെ പിന്നെ എന്താ പറയുക ബയറെ നെഗ്ലക്റ്റ് ചെയ്യുകയോ മറ്റൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ ബയറുടെ അടുത്തുനിന്ന് വാങ്ങിക്കാനുള്ള റൈറ്റ് നമ്മുടെ സെല്ലർക്ക് ഉണ്ടായിരിക്കും. Then, if the buyer refuses to pay the price of goods, the seller has a right to sue for price. ഗുഡ്സ് സെൽ ചെയ്തു അതിൻ്റെ ഓണർഷിപ്പൊക്കെ കൈമാറിയിട്ടുണ്ട്, എന്നിട്ട് ഗുഡ്സിൻ്റെ പ്രൈസ് പേ ചെയ്യാൻ ബയർ സമ്മതിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്യൂ ചെയ്യാനുള്ള റൈറ്റ് സെല്ലർക്കുണ്ടായിരിക്കും. Then the seller has a right to sue for price against contract, where under a contract of sale the price is payable on certain day irrespective of delivery, and ഡെലിവറി ഒന്നും നടന്നോ ഇല്ലയെന്നൊന്നും നോക്കണ്ട, ഒരു പെർട്ടിക്കുലർ ഡേയിൽ പ്രൈസ് പേ ചെയ്യാന്നുള്ളൊരു കോൺട്രാക്റ്റ് ഉണ്ട് എങ്കിൽ ആൻഡ് ദ ബയർ റോങ്ഫുള്ളി നെഗ്ലെക്ട്സ് ഓർ റെഫ്യൂസസ് ടു പേ സച്ച് പ്രൈസ്, അങ്ങനെ ഒരു പ്രൈസ് പേ ചെയ്യുന്നതിന് ബയർ സമ്മതിക്കുന്നില്ല എങ്കിൽ ദ സെല്ലർ മേ സ്യൂ ഹിം ഫോർ ദ പ്രൈസ്, ആ ഒരു പ്രൈസിന് വേണ്ടിയിട്ട് സെല്ലർക്ക് സ്യൂ ചെയ്യാം. ഓൾദോ ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഹാസ് നോട്ട് പാസ്ഡ് ആൻഡ് ദ ഗുഡ്സ് ഹാവ് നോട്ട് ബീൻ അപ്രോപ്രിയേറ്റഡ് ടു ദ കോൺട്രാക്ട്, അവിടെ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് പാസ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും എന്തിന് സ്യൂ ചെയ്യാം, ആ ഒരു പ്രൈസ് സ്യൂ ചെയ്യാം. കാരണം ആ ഒരു കോൺട്രാക്റ്റ് പ്രകാരം ഒരു പെർട്ടിക്കുലർ ഡേയിൽ ഒരു ഫിക്സഡ് ഡേറ്റിൽ പ്രൈസ് പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ട്. എന്നിട്ട് അത് പ്രകാരം പ്രൈസ് പേ ചെയ്തില്ല എങ്കിൽ അവിടെ സെല്ലർക്ക് ആ ഒരു പ്രൈസ് കിട്ടുന്നതിന് വേണ്ടി സ്യൂ ചെയ്യാവുന്നതാണ്. The seller is entitled to claim interest upon the amount of the price from the date on which the price was payable. പ്രൈസ് പേ ചെയ്യേണ്ട ഡേറ്റ് ആയിട്ടുണ്ട്, എന്നിട്ട് പിന്നെയും അത് ഡിലേ വരുത്തി ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് തൊട്ട് അത് യഥാർത്ഥത്തിൽ പേ ചെയ്യുന്നത് വരെയൊക്കെയുള്ള ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാനുള്ള അവകാശം സെല്ലർക്ക് ഉണ്ടായിരിക്കും. ഡ്യൂട്ടീസ് ഓഫ് ദ സെല്ലർ എന്താണെന്ന് നോക്കാം. It is the duty of the seller to deliver the goods in accordance with the terms of the contract of sale. നമുക്കറിയാം അവിടെ നമ്മുടെ ബയ്യറുടെ റൈറ്റ്സ് എന്തൊക്കെയാണോ അതൊക്കെ തന്നെയായിരിക്കും സെല്ലറുടെ ഡ്യൂട്ടീസായിട്ട് നമുക്ക് പറയാനുണ്ടാവുക. ഇവിടെ കോൺട്രാക്റ്റ് ഓഫ് സെയിലിനകത്തെ ടേംസ് എന്താണോ അതിനനുസരിച്ച് ഗുഡ്സ് ഡെലിവർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഡ്യൂട്ടി സെല്ലർക്ക് ഉണ്ടായിരിക്കും. ആസ് ദ ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് ആർ കൺകറൻറ്റ് കണ്ടീഷൻ, രണ്ടും കൺകറൻറ്റ് കണ്ടീഷനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ the seller shall be ready and willing to give possession of the goods to the buyer in exchange of the price of the goods. ഗുഡ്സിൻ്റെ പ്രൈസ് കൈമാറുന്നതിന് പകരമായിട്ട് ബയ്യർക്ക് ഗുഡ്സിൻ്റെ പൊസഷൻ കൈമാറാനും നമ്മുടെ സെല്ലർ റെഡി ആയിരിക്കണം എന്നുള്ളതാണ്. ഇഫ് ആൻ ഏജൻറ്റ് ഈസ് ഓതറൈസ്ഡ് ടു ടേക്ക് ഡെലിവറി എടുക്കുന്നതിന് ഒരു ഏജൻറ്റിനെ ബയ്യർ അധികാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ then the delivery should be made to the agent. ഡെലിവറി ഏജൻറ്റിന് നടത്തേണ്ടതാണ്, ഏജൻറ്റിന് ആ ഗുഡ്സ് കൈമാറാവുന്നതാണ്. It is the duty of the seller to deliver the goods within a reasonable time. ഒരു റീസണബിൾ ടൈമിനുള്ളിൽ ഗുഡ്സിൻ്റെ ഡെലിവറി സെല്ലർ നടത്തേണ്ടത് സെല്ലറുടെ ഡ്യൂട്ടിയാണ്. The quality and quantity of the goods should be according to contract. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ കോൺട്രാക്ട് അനുസരിച്ച് തന്നെ ആവേണ്ടതുണ്ട്. അങ്ങനെ ഗുഡ്സ് കൈമാറുക എന്നുള്ളത് സെല്ലറുടെ ഡ്യൂട്ടിയാണ്. The seller should deliver the goods at the specific place if the place of delivery ഈ സ്റ്റേറ്റഡ് ഇൻ ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിനകത്ത് ഡെലിവറി പ്ലേസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പെസിഫിക് പ്ലേസ് തന്നെ ഗുഡ്സ് ഡെലിവർ ചെയ്യേണ്ടതുണ്ട്. ദ സെല്ലർ ഷുഡ് ബിയർ ദ എക്സ്പെൻസ് ഓഫ് പുട്ടിംഗ് ദ ഗുഡ്സ് ഇൻ ടു എ ഡെലിവറബിൾ സ്റ്റേറ്റ് ആൻഡ് ഓൾസോ ദി ഇൻസിഡൻ്റൽ എക്സ്പെൻസ് അൺലെസ് അതർവൈസ് എഗ്രീഡ്. നമ്മൾ ഈ ഒരു ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റിലാകുന്നത് വരേക്ക് എന്തെല്ലാം ചിലവ് വരുന്നു അതെല്ലാം സെല്ലർ സഹിക്കേണ്ടതുണ്ട്. അതുപോലെ ഇൻസിഡൻ്റൽ എക്സ്പെൻസ് വല്ലതും അഡീഷണൽ എക്സ്പെൻസ് വല്ലതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് വല്ല എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ സെല്ലർ ബിയർ ചെയ്യേണ്ടതുണ്ട്. വെദർ ദേ ആർ ഇൻ കൺഫോമിറ്റി വിത്ത് ദ കോൺട്രാക്ട് അനുസരിച്ചുള്ള സാധനം തന്നെയാണോ സപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു അവസരം ബയർക്ക് കൊടുക്കുക എന്നുള്ളതും നമ്മളുടെ സെല്ലറുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ള ഈ വീഡിയോക്കകത്ത് പറയാനുള്ളത്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളും കൂടെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അവിടെ അൺപെയ്ഡ് സെല്ലർ അതുപോലെ ഓപ്ഷൻ സെയിൽ എന്താണെന്ന് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. ചെറിയ വീഡിയോയിൽ നമുക്കത് പറയാം. അപ്പം ഇത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ